ഇന്നൊരു കാഷ്വൽ ലൈവ് പോലെ ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനിടയിലാണ് അവസാന നിമിഷം ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പൊ അതില് ഉസ്താദ് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവരൊക്കെ മൂടി വെക്കുന്ന, മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്ന, പുറത്തേക്ക് പുതിയ തരത്തിൽ ആധുനികമായിട്ട് ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവർ വേറെ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ, അത് വിശദീകരിക്കുമ്പോൾ വിശ്വാസികൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ പുറത്തിയാടും, അറിയാണ്ട് പുറത്തിയാടും. അങ്ങനെ പുറത്തിയാടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ഒരു ചെറിയ 3 മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോയിൽ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറേ കാലം മുൻപല്ല, ഇടയ്ക്കിടയ്ക്ക് വരും. ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കേസിൽ വരുന്നു. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരാൾ, ഉദാഹരണത്തിന് നമ്മൾ MN കാരശ്ശേരി പണ്ടൊരിക്കൽ എനിക്ക് ഇസ്ലാമിലെ സ്വർഗം വേണ്ട, എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പം, അല്ലെങ്കിൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പം ഇസ്ലാമിലെ സ്വർഗം അത് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല എന്ന ഒരു വലിയ വിവാദമൊക്കെ വന്നു. അപ്പൊ ആ സമയത്ത് കാരശ്ശേരി മാഷ് അന്ന് പറഞ്ഞിരുന്ന ഒരു വിമർശനം ഇസ്ലാമിലെ സ്വർഗത്തിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം സ്വർഗം നമുക്ക് വേണ്ട എന്ന ഒരു രീതിയിൽ അദ്ദേഹം ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഹാലളകി വന്നു. ഇദ്ദേഹത്തെ തിരുത്തി, ഇദ്ദേഹം തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ് ഇസ്ലാമിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മഹത്തരമാണ്, അവിടെ ആരൊക്കെ പോകും, ആരൊക്കെ പോകാൻ പറ്റില്ല, പോകാതിരിക്കും, ആർക്കൊക്കെ സ്വർഗത്തിലെത്താൻ പറ്റില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അതൊക്കെ പടച്ചവനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കലഹമുണ്ടാക്കി. അപ്പൊ ആ സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വീഡിയോ ചെയ്തിരുന്നു. ഇസ്ലാമിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്വർഗമാണ്. ഇസ്ലാമിലെ സ്വർഗപ്രവേശത്തിന്റെ ഒന്നാമത്തെ നിബന്ധന അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വ്യഭിചാരിയായ യഹൂദ സ്ത്രീ പട്ടിക്കുട്ടിക്ക് വെള്ളം കൊടുത്തപ്പം സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയുന്ന ഹദീസും പൊക്കി പിടിച്ചുകൊണ്ട് കഥയും പറഞ്ഞുകൊണ്ട് പലരും വന്നു. പക്ഷെ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് അന്ന് പറഞ്ഞു, ഇസ്ലാമിലെ സ്വർഗം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളുടെ, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ നന്മ തിന്മകൾക്ക് പ്രതിഫലം കൊടുക്കുന്നത്, ദൈവവിശ്വാസികളെ സംബന്ധിച്ചാണ് പറയുന്നത്, പ്രതിഫലം കൊടുക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ മാത്രമാണ്. ഒരാൾ ചെയ്യുന്ന നന്മയായിട്ട് പരിഗണിക്കണമെങ്കിൽ അയാൾ മുസ്ലിം ആയിരിക്കണം എന്നാണ്. അതായത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവൻ സഹജീവികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു, സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, ലാഭേച്ഛ ഇല്ലാതെ സാമൂഹികമായിട്ട് ആളുകളെ സഹായിക്കാനും ആളുകൾക്ക് വേണ്ടി ജീവിച്ചു, ഒരാളെയും ആക്രമിച്ചില്ല, ഒരു തിന്മയും ചെയ്തില്ല, മീൻസ് ഇസ്ലാം വിചാരിക്കുന്നത് പോലത്തെ ഒരു തിന്മയും ചെയ്തില്ല, അങ്ങനെ ജീവിച്ചാലും അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ല, അയാൾ മുസ്ലിം ആയിട്ടില്ല എങ്കിൽ അത്തരം സൽക്കർമ്മങ്ങളൊന്നും ദൈവം പരിഗണിക്കൂല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ആയിരിക്കുക, വിശ്വാസിയായിരിക്കുക എന്നത് ഇസ്ലാമിന്റെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാമത്തെ നിബന്ധനയാണ്. അപ്പം ഇവർ പുറത്ത് കാണിച്ചിട്ട് സ്വർഗമാർക്കാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അത് അള്ളാഹിന്റെ കയ്യിലിരിക്കുന്നതാണ്, അള്ളാഹിന്റെ സ്വർഗ്ഗമാണ്, അള്ളാഹ്ക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അത് മാത്രമാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു വിശദീകരണവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇസ്ലാമിലെ ഖുർആനില് ബഹുദൈവ വിശ്വാസികളെയോ ജൂത ക്രൈസ്തവരെയോ അമുസ്ലിങ്ങളെയോ ഒന്നും ഉറ്റമിത്രങ്ങളാക്കി വെക്കരുത്, സുഹൃത്തുക്കളാക്കി വെക്കരുത് എന്നൊക്കെ പറയുന്ന ഖുർആൻ വചനങ്ങൾ വിമർശന വിധേയമാക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് പറയുന്നത് അത് കാര്യസ്ഥനാക്കരുത്, കണക്കെഴുത്തുകാരനാക്കരുത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ ഇസ്ലാമിൽ അങ്ങനെ സൗഹൃദത്തിൽ മതം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിച്ചു വരും. അപ്പൊ ഈ രണ്ട് കൺഫ്യൂഷൻ ഒരു പ്രധാനപ്പെട്ട ദഅ്വ പ്രവർത്തകന്റെ 2-3 മിനിറ്റ് വീഡിയോയിൽ നിന്ന് ചെമ്പ് തെളിഞ്ഞു വരുന്നത് ഒരു കൗതുകമുള്ള കാഴ്ചയായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ, നരകത്തിൽ പോയി കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ നരകത്തിൽ പോയ സമയത്ത് അതിൽ നിന്ന് രക്ഷിക്കാൻ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് കഴിയും. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ ഉത്തമരായ വിശ്വാസികളോടും മുത്തഖികളോടും കൂട്ടുകൂടണം എന്ന് വിശ്വാസികളോട് പറയാൻ. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ ഹുത്തുബ പ്രഭാഷണമായിരിക്കും, ഹുത്തുബയായിരിക്കും, വെള്ളിയാഴ്ച ഹുത്തുബയായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന ഏതെങ്കിലും വയറു പരിപാടിയായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് ആയിരിക്കാം. എന്തായാലും വിശ്വാസികളായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരോട്, യുവാക്കളോട് അദ്ദേഹം പറയുകയാണ്, സുഹൃത്തുക്കൾ, ഉറ്റമിത്രങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മുത്തഖികളായ വിശ്വാസികളായിരിക്കണം. നല്ല കൂട്ടുകൂടാൻ, നല്ല സുഹൃത്തുക്കളാക്കി കൂട്ടാൻ നിങ്ങൾ പരമാവധി പരിശ്രമിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പോലും അവർക്ക് കഴിയും എന്നാണ്. അപ്പൊ ഇത് അദ്ദേഹം പറഞ്ഞു പോകുന്നതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അമുസ്ലിങ്ങളുമായിട്ട് ആത്മാർത്ഥമായ സൗഹൃദമാകാമോ,
അല്ലെങ്കിൽ ഉറ്റമിത്രങ്ങളാക്കാമോ ആത്മമിത്രങ്ങളാക്കാമോ? ഒന്നാമത്തെ ചോദ്യം. സ്വർഗത്തിൽ മുസ്ലിങ്ങളല്ലാത്തവർ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? ഈ രണ്ട് ചോദ്യത്തിന് ഒരു ന്യായീകരണത്തിന് സ്കോപ്പ് ഇല്ലാത്ത വിധം സ്പഷ്ടമായ ഉത്തരം ഉസ്താദ് പറഞ്ഞിരുന്നത് ഇനി നിങ്ങൾക്ക് കേൾക്കാം. ഒരു സുഹൃത്ത് നരകത്തിൽ വീണാ പോലും ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടുത്താൻ കഴിയുന്ന. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഗാഫിറിലെ 18 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാലില്ലാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഇൻ യുതാ. വാലിമീങ്ങൾക്ക് ഒരു ഹമീമോ ഷഫീയോ ഉണ്ടാവില്ല എന്നാണ്. ഒരു നല്ല കൂട്ടുകാരനോ ശുപാർശ പറയാവുന്ന അനുസരിക്കപ്പെടുന്ന ഒരു ശുപാർശകനോ ഉണ്ടാവുകയില്ല എന്നാണ്. അത് വാലിമീങ്ങൾക്കാണ്. ലാലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അനുസരിക്കാത്തവർ എന്നാണ് അർത്ഥം. ഇസ്ലാം സ്വീകരിക്കാത്തവർ. ഇഹലോകത്ത് അക്രമം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമം ശിർക്കാണ്, അല്ലെങ്കിൽ അവിശ്വസിക്കലാണ്. അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ തിന്മ. അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുക, അള്ളാഹുവിനോട് മറ്റു പങ്കുകാരെ ചേർക്കലാണ് ഏറ്റവും വലിയ തിന്മ. എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാതിരിക്കലാണ് ഏറ്റവും വലിയ തിന്മ. അതാണ് അക്രമം. അതായത് ഇസ്ലാം മതം വിശ്വസിക്കാതിരിക്കലാണ് ഒരു മനുഷ്യന് ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ അക്രമം. അതല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കലോ മറ്റു ദൈവത്തെ ആരാധിക്കലോ ആണ് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ അക്രമം, തിന്മ. ഈ അക്രമം എന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ട് ഖുർആനിൽ രാഷ്ട്രീയ സാമൂഹ്യ നിയമങ്ങൾ വിശദീകരിക്കുന്നിടത്തൊക്കെ നിങ്ങൾ പോയി അതിന്റെ തഫ്സീർ വിശദീകരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അക്രമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം ശിർക്കാണ്, അവിശ്വാസമാണ്, സത്യനിഷേധമാണ്, ദൈവത്തെ അനുസരിക്കാതിരിക്കലാണ്, എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവാതിരിക്കലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പറഞ്ഞത്, ഒരാൾ വേറെ ഒരു തെറ്റും ചെയ്തില്ല, ഒരു പ്രശ്നത്തിനും പോയില്ല, എല്ലാവരും സഹായിച്ചു, പക്ഷെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അയാൾ നരകത്തിൽ പോകും. മനസ്സിലായോ? സ്വന്തം അമ്മയെ വ്യഭിചരിക്കുന്നതിന് ആണോ പ്രശ്നം, ഷിർക്ക് ചെയ്യലാണോ പ്രശ്നം എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതനോട് ചോദിച്ചു നോക്കി. ഒരു വരെ ഷിർക്കാണ് പ്രശ്നം. മറ്റേതൊക്കെ അള്ള ചിലപ്പോൾ പുറത്തു കൊടുക്കും, ഇത് മാത്രം അള്ള പുറത്തു കൊടുക്കില്ല. അപ്പൊ ഇതാണ് അക്രമം എന്നതുകൊണ്ട് ഉദ്ദേശം. അപ്പൊ അങ്ങനെ അക്രമം പ്രവർത്തിക്കുന്നവർക്ക് ഒരു ശുപാർശകൻ ഉണ്ടാവില്ല. കാരണം അക്രമം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ആരും ശുപാർശ ചെയ്യില്ല. അക്രമം പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഉള്ള ശുപാർശ സ്വീകരിക്കപ്പെടുകയും ഇല്ല. അപ്പൊ അത് മരിച്ചു ചെന്ന് കഴിഞ്ഞാലത്തെ കഥയാണ്. നരകത്തിൽ വീണാൽ അക്രമികൾക്ക് ഒരു ശുപാർശയില്ല. അപ്പൊ ഇനി അടുത്തത്, അപ്പൊ വിശ്വാസികളുടെ കാര്യം അങ്ങനെയല്ല. കേട്ടോളി, ശ്രദ്ധിച്ച് കേട്ടോളി. എന്നാൽ വിശ്വാസികളായ നല്ല ആളുകൾക്കോ ഇമാം മുസ്ലിമും അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മജ്മഈൻ അവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് സിറാത്ത് പാലത്തിലൂടെ പ്രവേശനം. അവിശ്വാസികളൊക്കെ അതിൽ പ്രവേശിക്കാതെ തന്നെ നരകത്തിലേക്ക് ഓൾറെഡി പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. പിന്നുള്ളത് മുനാഫിക്കുകളും മുസ്ലിമീങ്ങളുമാണ്. ഇവിടെയാണ് ഇസ്ലാമിലെ സ്വർഗത്തിലേക്കുള്ള എൻട്രി എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുടിനാരേഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിൽ നടക്കണം എന്നല്ലോ പറയുന്നത് മരിച്ചു ചെന്നിട്ട് എന്നൊരു പാട്ടുണ്ട്. ഒരു മാപ്പിള പാട്ടാണ്, പഴയ പാട്ടാണ്. അത് പാട്ട് നന്നായിട്ട് അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ആ പാട്ട് കേട്ട് ഓർമ്മയുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. ഒരു മനുഷ്യന്റെ നാര് അല്ലെങ്കിൽ ഒരു മുടി അതിനെ 7 ഭാഗമായിട്ട് പിളർന്നാൽ എത്ര നേർത്തതായിരിക്കും? അത്രയും നേർത്ത ഒരു പാലം ഒരറ്റത്തുനിന്ന് ഒരറ്റത്തിലേക്ക് കെട്ടിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ മഹശറയിൽ നിന്ന് നരകത്തിന് മുകളിലൂടെ സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലം സ്വർഗത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ടാവും. ആ പാലത്തിന്റെ വിശേഷണമാണ് പറയുന്നത്, ഒരു മുടിനാര് അല്ലെങ്കിൽ ഒരു മുടിയിഴ 7 ഭാഗമായിട്ട് പിളർന്നാൽ ഉണ്ടാവുന്ന അത്രയും നേർത്തൊരു പാലമായിരിക്കും. അപ്പൊ ആ പാലത്തിലൂടെ മറുകണ്ഠം ചാടുക, അക്കരെ എത്തുക എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിൽ സ്വർഗപ്രവേശനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കടമ്പ. ഇത് നമ്മൾ ഈ സർവൈവൽ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതേപോലത്തെ ഒരു കടമ്പയാണ്. അപ്പൊ അങ്ങനെ കളിച്ച് പോകും, ബാക്കി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ സിറാത്ത് പാലം എത്തുന്നതിന് മുമ്പ് തന്നെ അവിശ്വാസികളൊക്കെ ഓൾറെഡി നരകത്തിലേക്ക് പോയി കഴിഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് മുസ്ലിങ്ങൾ, വിശ്വാസികൾ, മുനാഫിക്കുകൾ, ഈ 2 വിഭാഗത്തെ മാത്രമാണ് സിറാത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുള്ളൂ. ബാക്കിയുള്ളവർക്ക് അവർക്ക് എൻട്രി ഇല്ല. ബാക്കിയുള്ളവർക്ക് അതിന് മുമ്പേ തന്നെ നരകത്തിലേക്ക് തട്ടി കഴിയും. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാമിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമോ വേണ്ടയോ എന്നതിന്റെ ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ അവിശ്വാസികൾ തള്ളി. അവർ ലാലിമീങ്ങളാണ്, അവർ അള്ളാഹുവിനെ അനുസരിക്കാത്തവരാണ്. മുഹമ്മദ് നബി വന്ന് പ്രബോധനം നടത്തിയിട്ടും MM അക്ബർ സാഹിബ് കേരളത്തിൽ ഉടനീളം പ്രസംഗം നടത്തിയിട്ടും ഷഹാദത്ത് കലിമ ചെല്ലാത്ത അക്രമികളാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ആദ്യമേ പിടിച്ച് നരകത്തിലിടും. പിന്നെ ബാക്കിയുള്ളത് വിശ്വാസികളാണ് എന്ന് സ്വയം അഭിനയിച്ച് നടന്ന ആൾക്കാർ, ഉള്ളിൽ വിശ്വാസമല്ല എന്ന വിശ്വാസിയായിട്ട് അഭിനയിച്ച് നടന്ന ആൾക്കാർ. അത്തരം ആൾക്കാർ ഒരുപാട് ഇപ്പൊ കമന്റ് ബോക്സിൽ ഇരുന്നത് കാണുന്നുണ്ടാവും. നിങ്ങളൊക്കെ ചേർത്തിട്ടാണ് പറഞ്ഞത്. നമ്മളൊക്കെ ആദ്യം തന്നെ തട്ടി താഴെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് സിറാത്ത് പാലത്തിലേക്ക് മുനാഫിക്കുകളുടെയും വിശ്വാസികളുടെയും വരവാണ്.
അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്പൊ ഇന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ. ഒന്ന്, വിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്വർഗത്തിൽ ആരൊക്കെ കിടക്കും ആരൊക്കെ കിടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് പടച്ചോന്റെ കയ്യിലുള്ളതാണ്. മഹാത്മാഗാന്ധി സ്വർഗത്തിലായിരിക്കോ, മദർ തെരേസ സ്വർഗത്തിലായിരിക്കോ, നെൽസൺ മണ്ടേല സ്വർഗത്തിലായിരിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാ വളർന്നിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഉത്തരം പറയാൻ വേണ്ടി വേറെ തരത്തിൽ ന്യായീകരിക്കുന്ന ആൾക്കാരോട് കൃത്യമായിട്ട് ചോദിക്കുക, സിറാത്ത് പാലത്തുമക്ക് അമുസ്ലിങ്ങൾക്ക് എൻട്രി ഉണ്ടോ? കാരണം സിറാത്ത് പാലം കടന്നിട്ട് സ്വർഗത്തിൽ എത്താൻ പറ്റുള്ളൂ, വേറെ കുറുക്ക് വഴിയൊന്നുമില്ല, ഈ പാലം കടക്കണം. അപ്പൊ ഈ സിറാത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ അത് കടക്കുന്നതിന്റെ വിശേഷണങ്ങൾ ഈമാൻ കൂടിയ മുന്തിയ ആളുകൾ കുതിര പോകുന്നത് പോലെ, മിന്നൽ പോലെ, കുതിര പോലെ, ഒട്ടകം പോലെ, അങ്ങനെ പല സ്പീഡിലാണ്. തീരെ ഈമാൻ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒച്ചഴയുന്ന പോലെ, ആമ എഴയുന്ന പോലെയൊക്കെയാണ് പോകും. എങ്ങനെ ആയാലും വിശ്വാസം തരിമ്പും അല്ലെങ്കിൽ നന്മ തിന്മ നേരത്തേന് മുമ്പ് തുലാസിൽ വെച്ച് തൂക്കിയിട്ടുണ്ടാവും. ആ തൂക്കത്തിൽ നന്മ തൂങ്ങിയ ആൾക്കാരാണ് കേട്ടോ ഈ പാലത്തുമെന്ന് വീഴാണ്ട് എഴഞ്ഞെങ്കിലും അക്കരെ എത്തുക. അല്ലാത്ത ആളുകളൊക്കെ മിന്നൽ പിണർ പോലെ പോകും. ചിലവർ കുതിരപ്പുറത്ത് കയറി പോകും, ചിലർ ഒട്ടകപ്പുറത്ത് പോകും. അങ്ങനെ പല സ്പീഡിലാണ്. ഓരോ ആളുകളുടെയും നന്മ തിന്മകളുടെ കനത്തിനനുസരിച്ച് അത് തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് ഇവരുടെ തത്വയും വിശ്വാസത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് സിറാത്ത് പാലത്തിൽ സ്പീഡ് കിട്ടുക. അപ്പൊ എന്തായാലും കാഫറുകൾ ഒരു ഭാഗത്ത് തട്ടി, മുസ്ലിങ്ങളും മുനാഫിക്കുകളും. പഠിച്ചവന് എന്താ മുനാഫിക്കുകളെ തിരിച്ചറിയാൻ പ്രയാസം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ആയിക്കോട്ടെ. മുനാഫിക്കുകൾക്ക് പഠിച്ചവനൊന്നും അറിയാത്തതുപോലെ ഒക്കെ അറിയുമെന്ന് സിറാത്തിന്റെ പാലത്തേക്ക് നമുക്ക് വാ, അപ്പം നമുക്ക് കാണാം എന്ന രീതിയിൽ പഠിച്ചവൻ അവിടെ ഇരിക്കണം. എന്തായാലും ഇനി മുനാഫിക്കുകളാണുള്ളത്. മുനാഫിക്കുകൾക്ക് എന്ത് സംഭവിച്ചാൽ പാലത്തിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ണാകെ ഇരുട്ടടച്ച്, പാലാകെ നേരത്തെ ഒരു പാലാണല്ലോ, ഈ പാലത്തിലേക്ക് കണ്ണ് കാണാണ്ട് ഈ പാവങ്ങൾ ഈ നരകത്തിലേക്ക് പാലത്തിന്റെ തുടക്കത്തിൽ തന്നെ വീഴും. ഇത് കേട്ടോളി. മുനാഫിക്കുകൾ സിറാത്ത് പാലത്തിൽ, മുനാഫിക്കുകളും മുസ്ലിമീങ്ങളുമാണ്. മുനാഫിക്കുകൾ സിറാത്ത് പാലത്തിന്റെ താഴെ എത്തുമ്പോഴേക്ക് പ്രകാശം നഷ്ടപ്പെട്ട് അവരും നരകത്തിലേക്ക് പോകും. പിന്നെ മുസ്ലിമീങ്ങളാണ് സിറാത്തിലൂടെ അപ്പുറത്തേക്ക് കിടക്കുന്നത്. സിറാത്തിന്റെ താഴെ നരകമാണ്. ശ്രദ്ധിക്കണം, കത്തിജ്വലിക്കുന്ന നരകമാണ്. ഇവിടത്തേക്കാളും ഭീകരമായ അളവിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നിടത്താണ് പ്രകാശം നഷ്ടപ്പെട്ടിട്ട് പാലത്തിന്റെ അടുത്തുനിന്ന് മുനാഫിക്കുകൾ തെന്നി താഴെ വീണ് പോട്ടെ, മുനാഫിക്കുകൾ പോട്ടെ. അല്ലെങ്കിൽ അവർക്കൊക്കെ നരകം തന്നെ നല്ലത്. ഇഹമില്ല പരമില്ലാണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞത്. അവരിവിടെ നിസ്കാരവും ഊത്തുമായിട്ട് വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നടക്കും. പല കാരണങ്ങൾ കൊണ്ടാണ്, സാധുക്കളാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ആ ഒരു താളത്തിന് വേണ്ടി പറയുന്നതാണ്, അവരെ കുറിച്ച് മോശം അഭിപ്രായം പറയല്ല, പല സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകൾക്ക് എന്തായാലും മുനാഫികളുടെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ അവർക്ക് ആ സിറാത്തിന്റെ പാലം വരെങ്കിലും ഒന്ന് പോകാലോ. ഞങ്ങൾക്കൊന്നും അല്ലെങ്കിൽ കാഫിറുകൾക്കൊന്നും പിന്നെ പാലത്തിനോട് എൻട്രി ഇല്ല, മനസ്സിലായി. മുനാഫിക്കായി ജീവിച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, സിറാത്ത് പാലത്തിന്റെ അടുത്ത് വരെങ്കിലും പോകാൻ പറ്റും. അല്ലാത്തവരുടെ കഥകൾ ആലോചിച്ച് നോക്കി, മഹ്ശറിൽ നിന്ന് നേരെ തട്ടി നരകത്തിലേക്ക് ഇടുകയാണ്. എന്ന് മാത്രമല്ല കാലാകാലം അതിൽ കിടക്കണം, അതിനൊരു മോചനല്ലേ. എന്താ ചെയ്യാം. അപ്പൊ എന്തായാലും സിറാത്തിലേക്ക് പിന്നെ മുസ്ലിങ്ങളുടെ ഒരു വരത്തക്കമാണ്. മുനാഫിക്കുകൾ തുടക്കത്തിൽ വീണു. ഇനി ആകെ ഉള്ളത് ആരാണ്? മുസ്ലിങ്ങളാണ്. സിറാത്തിലേക്ക് മുസ്ലിങ്ങൾ പ്രവേശിക്കുകയാണ്. സിറാത്തിന്റെ താഴെ നരകമാണ്. ഓരോരുത്തരും ചെയ്ത നന്മക്കടിസ്ഥാനത്തിൽ കണ്ണിമ വെട്ടുന്ന സ്പീഡിൽ ഇത്തലക്ക അപ്പുറത്തെത്തുന്നവരുണ്ട്, ഇടിമിന്നലിന്റെ സ്പീഡിൽ എത്തുന്നവരുണ്ട്, ഒരു കുതിരസവാരിക്കാരന്റെ സ്പീഡിൽ എത്തുന്നവരുണ്ട്, മുട്ടിട്ട് എഴഞ്ഞു പോകുന്നവരുണ്ട്. ചില ആളുകളെ ആ സിറാത്തിലെ മുള്ളുകളും കൊളുത്തുകളും അവരെ പിടിച്ചു വലിച്ചു നരകത്തിലേക്ക് ഇടുകയും ചെയ്യും. അപ്പൊ സിറാത്തിന്റെ അപ്പുറത്ത് വിശ്വാസികൾ എത്തുമ്പോൾ അപ്പൊ സിറാത്തിന്റെ അപ്പുറത്തെത്തുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളെ കാണുന്നില്ല. അപ്പൊ അവരൊരുമിച്ച് ആ സിറാത്തിലേക്ക് കയറിയത്, പക്ഷെ അപ്പുറത്തെത്തുമ്പോൾ ചിലരെ കാണുന്നില്ല. മനസ്സിലായോ? അപ്പൊ മുസ്ലിങ്ങളിൽ ചിലർ, വിശ്വസിച്ചവരിൽ ചിലർ നരകത്തിലേക്ക് വീഴും. ഇവിടെയാണ് ഇവർ ഈ സ്വർഗത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്നത്. എങ്ങനെയാണ് അവർ കൺഫ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആരൊക്കെ സ്വർഗത്തിലെത്തും ആരൊക്കെ നരകത്തിലെത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് പഠിച്ചവന് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്ന് പറയുന്നത് ഈ സിറാത്തിന്റെ അവിടുന്ന് താഴെ വീഴുന്ന മുനാഫിക്കുകളും കഴിച്ച് ബാക്കിയുള്ള മുസ്ലിങ്ങളുണ്ടല്ലോ, പാലത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മുസ്ലിങ്ങൾ, വിശ്വാസികൾ, വിശ്വസിച്ചവർ, അവർ വിശ്വസിച്ചു, സൽക്കർമ്മം പ്രവർത്തിച്ചു, അതിൻ്റെ ഇടയിൽ ചെറുങ്ങനെ ചില വേണ്ടാതീനൊക്കെ കാണിച്ച് അങ്ങനെ നടന്ന ആൾക്കാർ. പിന്നെ മുത്തക്കുകൾ, ഒരു തെറ്റും ചെയ്യാത്ത ഇസ്ലാമിക സമ്പ്രദായത്തിൽ പൂർണ്ണമായിട്ട് അങ്ങനെ കഴിഞ്ഞവർ. പിന്നെ വേറൊരു കൂട്ടരുണ്ട് ഷഹീദായവർ, ഓലവിടെ എടുക്കുന്നില്ല കേട്ടോ. അവർക്ക് ഈ കടമ്പകളൊന്നുമില്ല, അവർക്ക് പസിൽ ഓപ്ഷൻസ് ഒന്നുമില്ല, അവർ നേരെ ഡയറക്റ്റ് എൻട്രിയാണ്, വൈൽഡ് എൻട്രി എന്നൊക്കെ പറയില്ലേ എന്നപോലെ. അതുപോലെ അപ്പൊ എന്തായാലും ഈ വിശ്വാസികളിൽ എത്ര പേർ അവിടെ എത്തും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മുസ്ലിങ്ങളിൽ ആരൊക്കെ നരകത്തിൽ പോകും ആരൊക്കെ നരകത്തിൽ പോകാൻ പറ്റില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റാത്തുള്ളൂ. മുസ്ലിങ്ങൾ അല്ലാത്തവരൊക്കെ നരകത്തിലായിരിക്കും എന്ന് വിശ്വാസികൾക്ക് ധൈര്യമായിട്ട് പറയാം, ആസ് പെർ ഖുർആനും ഹദീസും ഒക്കെ വെച്ചിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് എന്ന് ചോദിച്ചാൽ
അല്ല എല്ലാവരെയും ദൈവമാണ് എന്ന് ഇവിടെ പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് സിറാത്തിൽ മുസ്ലിങ്ങളുടെ പരക്കപ്പാച്ചിൽ കഴിഞ്ഞു. അപ്പൊ ഞാനില്ലല്ലോ അല്ലെ, അക്ബർ സാഹിബും കൂട്ടരും മൊത്തം കമ്പാനിയൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. പാലത്തുമെന്ന് കയറുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ്. അതേപോലെ വേറൊരു സെറ്റായിട്ട് നമ്മള് കാന്തപുരം AP ഉസ്താദും മകനും പേരോട് ഉസ്താദും പകര ഹസനി എല്ലാവരും ഉണ്ട്. ഈ പേരോട് ഉസ്താദിന് പ്രത്യേകമായിട്ട് വല്ല വാഹനം അല്ല വേറെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ നമുക്കറിയില്ല. പേരോട് ഉസ്താദനല്ല, സോറി, കാന്തപുരത്തിന്. എന്തായാലും ഇങ്ങനെ ഒരു സെറ്റ് അപ്പുറത്ത് എത്തുമ്പോൾ ഇവർ പലരും പല വേഗത്തിലാണ് അങ്ങോട്ട് ചെല്ലുക. പിന്നെ പോകുന്നവരൊക്കെ സ്വന്തം നഫ്സ് അപ്പുറത്തെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ കൂട്ടുകാരും കൂടെ ഉള്ളവരൊന്നും അത്ര പാലത്തിൽ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇത് ചെറിയ പാലാണ്, നിങ്ങൾ തമാശയായിട്ട് തന്നെ എടുക്കരുത്. വളരെ നേർത്ത പാലമാണ്. എന്ന് മാത്രമല്ല പല കൊളുത്തുകൾ, മുള്ളുകൾ, ചില എന്താ പറയാ തടസ്സങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ആരൊക്കെ അവിടെ എത്തി എന്നൊരു ഉറപ്പില്ല. അവിടെ എത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അക്കരന്ന് ഒരുമിച്ച് പാലത്ത് കയറിയ പലരും കാണാനില്ല. അപ്പൊ തന്നെ ഒരൊറ്റ നിലവിളിയാണ് കൂട്ടുകാരെ ആലോചിച്ചിട്ട്. എന്നാലും എൻ്റെ പഠിച്ചവനെ, ഞങ്ങൾ ഒരുമിച്ച് സുബീക്ക തണുപ്പത്ത് മഴയത്ത് പോയി നിസ്കരിച്ചിരുന്നവരാണ്, ഞങ്ങൾ കൃത്യമായിട്ട് സക്കാത്ത് കൊടുത്തിരുന്നവരാണ്, ഞങ്ങൾ പള്ളിക്ക് പിരിവ് കൊടുത്തിരുന്നവരാണ്. എന്ത് പറ്റി, എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു, അവനപ്പൊ കാണാനില്ലല്ലോ പഠിച്ചവനേ എന്നൊരു വിളിയാണ് സ്വർഗത്തിലെത്തിയവർ. അപ്പോൾ അവർ പറയും, റബ്ബന, പടച്ചോനെ. അപ്പുറത്തെത്തുമ്പോഴേക്ക് പറയും, ഇഖ്വാനുനാ കാനൂ യുസല്ലൂന മഅനാ വയസൂമൂന മഅനാ വയഅമലൂന മഅനാ. ഞങ്ങളുടെ കൂടെ നമസ്കരിക്കാൻ ഉണ്ടായിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ എല്ലാ അമലും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിൽ അബദ്ധങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതിന്റെ പേരിൽ അവർ നരകത്തിലാണ്. ഫയഖൂലുല്ലാഹു തആല, ഉടനെ തന്നെ അല്ലാഹു പറയും, ഇദ്ഹബൂ, പോയിക്കോളൂ. ഫമൻ വജത്തും ഫീ ഖൽബിഹി മിസ്ഖാല ദീനാരിൻ മിൻ ഈമാനിൻ ഫഅഖ്രിജൂ. മിസ്ഖാൽ ദീനാർ ഈമാനുള്ളവരെ നിങ്ങൾ നരകത്തിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറയും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതായത് പടച്ചവന്റെ വിധി നിർണയവും തീർപ്പും അനുസരിച്ച്, പടച്ചവന്റെ ഉദ്ദേശം അനുസരിച്ച് അള്ള ഏർപ്പാടാക്കിയ മലക്കുകൾ ഇടത്തും വലത്തും തോളത്തിരുന്ന് റെക്കോർഡ് ചെയ്തു വെച്ച മുഴുവൻ ഗ്രന്ഥങ്ങളും പരിശോധിച്ച് അത് തുലാസിലിട്ട് തൂക്കി, നന്മ തിന്മ തൂക്കി ഉറപ്പുവരുത്തി തിട്ടപ്പെടുത്തി ഫൈനൽ റൗണ്ടിൽ സിറാത്തിലേക്ക് കയറ്റി വിട്ടിട്ട് അവിടുന്ന് വലിച്ച് താഴെയിട്ട നരകത്തിൽ വീണ വിശ്വാസികളായിരുന്ന ആളുകളെ കുറിച്ച് ഓർത്ത് പാലം കടന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയ കൂട്ടുകാര് വിലപിക്കുമ്പോൾ സാക്ഷാൽ പടച്ചോൻ അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റിയിട്ട് പറയും, എന്ത്, നിങ്ങൾ ചെല്ലി ഒരു മിസ്കാൽ ദീനാർ ഈമാൻ ഉള്ളവർ, അതായത് ഒരു അണുമണി തൂക്കം ഈമാൻ കൽബിൽ അവശേഷിപ്പിച്ചവരാണ് നിങ്ങളെ കൂട്ടുകാരെങ്കിൽ ചെല്ലി, നിങ്ങൾ ഓലയും കൂടിയും വിളിച്ചോണ്ട് പോരി, കാണാൻ വജ്ജ നിങ്ങളെ കരച്ചില് എന്ന് അള്ള പറയും. അപ്പോഴോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ, ഉത്തമരായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഉത്തമരായ വിശ്വാസികൾ ഉണ്ടാവണമെന്നും, ഉറ്റമിത്രങ്ങൾ, ആത്മമിത്രങ്ങൾ എപ്പോഴും വിശ്വാസികളായിരിക്കണം, തഖ്വയുള്ളവരായിരിക്കണം, പടച്ചോനെ പേടിയുള്ളവരായിരിക്കണം, കണ്ണിക്കണ്ട കാഫിറുകളെ കൂട്ടുകാരാക്കരുത് എന്നൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നേർക്ക് നേർ പറയാൻ കഴിയുന്നതിന്, അല്ലെങ്കിൽ നേർക്ക് നേരെ പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് ഉസ്താദ് നല്ല മുത്തഖികളായ കൂട്ടുകാരെ കൂട്ടുകൂടിയാൽ ഉണ്ടാകുന്ന ഒരു ഗുണം പറഞ്ഞു കൊടുക്കണം. രണ്ടിന്റെയും ഫലം ഒന്ന് തന്നെയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. 3 തവണ അത് പറയുന്നതാണ്. 3 ടൈംസ് അവർ ശുപാർശ പറയും. അങ്ങനെ അൽഹംദുലില്ലാ കൂടെയുള്ള വിശ്വാസികളെ മുഴുവൻ അവർക്ക് ഈ ഒരു ശുപാർശയിലൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു. ഒരു നല്ല കൂട്ടുകാരൻ്റെ കൂടെ കൂടിയാൽ, അതും തൗഹീദ് വേണം. അതാണ് മിസ്ഖാലു ദർറത്തിൻ മിൻ ഈമാൻ എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. കുറച്ചുകൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസികളാണെങ്കിൽ മുജാഹിദുകളായിട്ടുള്ള സലഫികളായിട്ടുള്ള വിശ്വാസികൾ കൂട്ടുകാർ വേണം. കണ്ണിക്കണ്ട സുന്നികളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം തൗഹീദ് വേണം. അവരിലൊക്കെ ഷിർക്കിന്റെ ചില അംശങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തൗഹീദ് തന്നെ വേണം. അപ്പൊ തൗഹീദുള്ള കൂട്ടുകാരെ കൂടെ ഉണ്ടെങ്കിൽ നരകത്തിലേക്ക് കൊഴിഞ്ഞു ചാടിയ വിശ്വാസികളൊക്കെ അള്ളാഹ് അവസാനം പറയും, ഞങ്ങൾ പിടിച്ചോണ്ട് പോരി എന്ന് പറയും. കാരണം സ്വർഗത്തിൽ എത്തിപ്പെട്ട് കൂട്ടുകാരെ കുറിച്ച് ആലോചിച്ച് വിലപിക്കുകയാണ് പാലത്തിലേക്ക് ഒരുമിച്ച് കയറിയ കൂട്ടുകാർ. അപ്പൊ അള്ളാഹിന്റെ തീരുമാനപ്രകാരം നരകത്തിലിട്ടവനെ അള്ളാഹും കൂട്ടുകാരന് വേണ്ടി എടുത്ത് പുറത്തിട്ട് കൊടുക്കും. ഇനി നിങ്ങൾ ആലോചിക്കുക. ഇതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. തൗഹീദ് വേണം. തൗഹീദ് ഇല്ലാത്തവർക്ക് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കും, അമൽ ബാത്തിലാക്കും. മുവഹ്ഹിദുകളുടെ കൂടെ കൂടുക, നല്ല കൂട്ടുകാരെ സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് ഇരു ലോകത്തും ഖൈറുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അതാണ്. അപ്പൊ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിലപ്പം സ്വർഗത്തിലെത്താൻ പറ്റും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇതാണെന്ന് നിങ്ങളോട് പറയാൻ വെച്ച കാര്യം.